ശ്രീനിവാസൻ സിനിമകളിലെ കഥാപാത്രങ്ങൾക്കും കഥാപാത്രത്തിന്റെ ജന്മനാടായ പാട്യം തന്നെയാണ് ജനിച്ചയിടം. കണ്ടറിയുന്ന നിരവധി മനുഷ്യരെ സിനിമയിലേക്ക് ശ്രീനിവാസൻ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവരിൽ പലരും പിന്നീട് മലയാളികൾക്ക് പരിചിതരായി. അവരിൽ ചിലർ ശ്രീനിവാസന്റെ വിയോഗ ദുഃഖത്തിൽ പാട്യത്തുമുണ്ട്. നാട്ടിലുള്ളവരോട് തന്നെയാണ് വരിക. നമ്മൾ അങ്ങായും കൂടിയാ. ബാർബറാമ്പാലിൻ്റെ കഥ ഉണ്ട് സിനിമയിൽ, അത് നിങ്ങൾ മനസ്സിലാക്കിയോ? അത് നമ്മളതാ കുഞ്ഞിരാ, ഞാൻ പേര് മാറ്റിയതാ, വാലിനാക്കിയതാ. കത്തിയും താടിയും ഒന്നിച്ചു ചേരുമ്പോൾ നിണം പൊടിയാത്തൊരു ക്ഷൗരപ്രവീണൻ. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ നമുക്ക് പരിചയപ്പെടുത്തിയ കഥാപാത്രമാണ് ബാർബർ ബാലൻ. ആ ബാർബർ ബാലൻ പാട്യം കൊട്ടിയോടിയിൽ ഇപ്പോഴുമുണ്ട്. ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ ശ്രീനിവാസൻ കണ്ടെത്തിയതും പാട്യത്തു നിന്നാണ്. ശ്രീനിവാസന്റെ ബഹുഭൂരിഭാഗം കഥാപാത്രങ്ങൾക്കും പൊക്കിൽക്കൊടി ബന്ധമുണ്ട് കണ്ണൂരിലെ പാട്യം ഗ്രാമവുമായി. താൻ കണ്ട തന്നോട് അടുത്തു നിന്ന മനുഷ്യരെ തിരക്കഥകളിലേക്കും കഥാപാത്രങ്ങളിലേക്കും പകർത്തി തന്നെയാണ് ശ്രീനിവാസൻ എവർഗ്രീൻ ഹിറ്റുകൾ മിക്കതും ഒരുക്കിയത്. ശ്രീനിവാസൻ സിനിമകളിൽ കഥാനായകനും നായികയും മുതൽ കഥാഗതി നിർണ്ണയിക്കുന്ന കഥാപാത്രങ്ങളും മിന്നായം പോലെ വന്നുപോകുന്ന മുഖങ്ങളുമെല്ലാം ഏതെങ്കിലും വിധത്തിൽ ഒരു പാട്യംകാരനാകും. അങ്ങനെ ചിലരെ ഇപ്പോഴും ആ നാട്ടിൽ കാണാം. കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ബാർബർ ബാലൻ കൊട്ടിയോടിയിലെ കുഞ്ഞിരാമനിൽ നിന്ന് ജനിച്ചതാണ്. മരത്തിന്റെ കസേരയും പഴയ ഷേവിംഗ് ബ്രഷും പൊടിപിടിച്ച കണ്ണാടിയും കാലിളകിയ കസേരയുമെല്ലാം ഇന്നും കൊട്ടിയോടി അങ്ങാടിയിലെ പേരില്ലാത്ത ഈ ബാർബർ ഷോപ്പിലുണ്ട്. പഞ്ചവടിപ്പാലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിന് പാട്യത്തെ ശ്രീധരൻ മാഷുമായി സാദൃശ്യം തോന്നിയാൽ അത് വെറും ശ്രീനിവാസനിസം മാത്രം. നാട്ടുകാരെ മാത്രമല്ല, സ്വന്തം അച്ഛനെയും കഥാപാത്ര സൃഷ്ടിയിൽ മാതൃകയാക്കിയിട്ടുണ്ട് ശ്രീനിവാസൻ. വരവേൽപ്പിലെ ബസ് മുതലാളി പിതാവ് ഉണ്ണിമാഷ് തന്നെ. ചിത്രത്തിൽ അന്നത്തെ സ്വന്തം ജീവിത പശ്ചാത്തലം കൂടി ശ്രീനിവാസൻ ഫ്രെയിമിലാക്കി. സിനിമയിൽ വന്നപ്പോഴായിരുന്നില്ല തനിക്കറിയാവുന്ന മനുഷ്യരെ ശ്രീനിവാസൻ അവതരിപ്പിച്ചു തുടങ്ങിയത്. കോളേജ് പഠനം കഴിഞ്ഞ് വെള്ളരി നാടകങ്ങൾ കളിച്ചിരുന്ന കാലം തൊട്ട് ഇത് ശീലമാണ്. ഓർക്കാൻ അതെന്നും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. അത് ഓർക്കാനില്ല. എപ്പം ശ്രീനി ഓർക്കാത്ത ദിവസങ്ങളില്ല. ഞാനുമായിട്ട് അത്രയധികം ബന്ധവും ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ആത്മാർത്ഥ ബന്ധം. കാഴ്ച ഇപ്പം സിനിമയിൽ അവനും തിരക്കായപ്പോഴും ഞാനും ഓരോ പ്രശ്നങ്ങളുമായി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നേരം കണ്ടുമുട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ബന്ധം എന്നും മനസ്സിൽ രണ്ടാളിലുണ്ടാവും. കൂർത്ത മുനയുള്ള വിമർശനങ്ങളും ആരെയും നോവിക്കാത്ത പരിഹാസങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രീനിവാസനോളം ഒരാളില്ല. വിട പറയുന്നത് പാട്യത്തിന്റെ മേൽവിലാസം കൂടിയാണ്. ശ്രീനിവാസൻ എന്ന നടനെ പരുവപ്പെടുത്തിയത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വയലുകളും ആ വയലുകളിൽ നടന്ന വെള്ളരി നാടകങ്ങളുമായിരുന്നു. അന്നും നാട്ടിൽ കണ്ട ആളുകൾ പലരും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളായി. പിന്നീട് സിനിമയിലേക്ക് എത്തിയപ്പോഴും ശ്രീനിവാസൻ അത് തുടരുകയായിരുന്നു. അങ്ങനെയാണ് പാട്യക്കാരായ കുറേ മനുഷ്യർ ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളായത്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.